ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാലത്ത് എണീറ്റിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവാണെന്ന്. അപ്പോൾ അമ്പലത്തിൽ കയറിയിട്ട് കുറേ അങ്ങോട്ടൊരു 1.5 മണിക്കൂർ 1 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ കുറേ നേരം കാറിലിരിക്കണമെന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ എന്താ പറയുക, സെൻറ്ററാണ് കേട്ടോ. ഞങ്ങൾ കിഴക്കേക്കോട്ട സെൻറ്ററാണ്. അപ്പോൾ ഞങ്ങൾ മണ്ണുത്തി വഴിക്കാണ് പോണത്. അങ്ങനെ മണ്ണുത്തി വഴിക്ക് പോണ സമയത്ത് ഈ ഞങ്ങളിപ്പോൾ ഏത് അമ്പലത്തിൽ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുതിരാൻ അമ്പലത്തേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും എനിക്ക് തോന്നുന്നു. കുതിരാൻ അമ്പലം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരും പാലക്കാടും എന്താ പറയുക അടുത്ത് വരുന്നൊരു മലയിലാണ് സ്ഥിതി ചെയ്യുന്ന ഒരമ്പലം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരാൻ തുരങ്കം അറിയാമായിരിക്കൂലേ. അപ്പോൾ കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ലൈറ്റിംഗ് ആണ്. ഇതിനുള്ളിൽ കൂടെ രാത്രി പോകുമ്പോൾ നല്ല എന്താ പറയുക വൈബാണ്. അപ്പം പോവാത്തവരൊക്കെ പോവാണ് കേട്ടോ, നല്ല രസമാണ്. പിന്നെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കുതിരപ്പുറത്തുള്ള ശാസ്താവാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ടാണ് ഈ ഒരു മലയ്ക്ക് കുതിരാൻ എന്ന് പറഞ്ഞ ഒരു പേര് വന്നത്. അതും പോരാൻ തന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ കുതിരാൻ തുരങ്ക് വരുന്നതിനെക്കാട്ടും മുമ്പ് ആൾക്കാർ പോയിരുന്ന വഴിയാണ്. ഇത് ഇരുമ്പുംപാലമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ഇരുമ്പുംപാലമാണ്. ഇതാണ് നമ്മളുടെ അമ്പലം. ഭയങ്കര രസമാണ് കേട്ടോ. എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സാണ് കാണാൻ. കാടും കിളികളുടെ ശബ്ദവും പിന്നെ കാലത്തായ കാരണം കുഴപ്പമില്ല, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ മലയ്ക്ക് വന്ന സ്വാമികൾ കെട്ട് നിറയ്ക്കാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ എന്താ പറയുക ഷൂ ഒക്കെ ഊരാൻ പോയതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞാൻ കുറേ നേരം കുരങ്ങനൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. കുരങ്ങൻ ഭയങ്കര രസമുണ്ടായിരുന്നു. കുഞ്ഞു കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു രൂപം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കാടിൻ്റെ നടുക്ക് എന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി. ഇപ്പോൾ മലയ്ക്ക് പോകുന്ന സീസണായ കാരണം അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. ഞങ്ങൾ പിന്നെ നേരത്തെ കാലത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയ കാരണം ഇവിടെ എത്തുമ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ പേര്, ഞാൻ അങ്ങനെ വായിച്ചില്ല. കുതിരാൻ അമ്പലമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വരാത്തവരതൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ കുറേ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് കാടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഒരു സ്ഥലം. പിന്നെ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറണം. ഉള്ളിൽ കയറിയിട്ട് വേണം ഇനി പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാൻ. അപ്പോൾ പുഷ്പാഞ്ജലി കഴിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുരങ്ങന്മാരുടെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ നാള് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പുഷ്പാഞ്ജലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പുറത്ത് നടൻ അവിടെ തൊഴുവാണ് കേട്ടോ. അങ്ങനെ തൊഴുത് ഞങ്ങൾ കയറാൻ പോവാണ്. പക്ഷെ ഫോൺ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി അല്ല, നമുക്ക് വീഡിയോസ് ഒന്നും അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു അച്ചാച്ചൻ ഞങ്ങളുടെ നാളൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾക്ക് നല്ലത് വരണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു അവിടെ ആ പ്രതീക്ഷിച്ചാണ് മുന്നിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ നാളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ചാച്ചൻ. അപ്പോൾ ഞങ്ങൾ കുറേ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇതാണ് കേട്ടോ ഇവിടുത്തെ നാദത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ പറയുക ഇറങ്ങി. അങ്ങനെ അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അച്ചാച്ചന് എന്താ പറയുക ദക്ഷിണൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ശിവൻ്റെ ഒരു പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ അവിടേക്ക് തൊഴാൻ പോയി. അതിൻ്റെ ഇടയിൽ ചെറിയൊരു കുപ്പിച്ചില ഉണ്ടോ. അപ്പോൾ അവൻ പറഞ്ഞു കുപ്പിച്ചില ഉണ്ട്, മാറി നടക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതാണ് ഞാൻ നോക്കി നടക്കണം പിന്നോട്ട്. എനിക്ക് ഈ ഒരു അമ്പലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ കാടിൻ്റെ നടുക്കിലായ കാരണം ഭയങ്കര അട്രാക്റ്റീവാണ് ഈ ഒരു അമ്പലം. ഇതാണ് കേട്ടോ പ്രതിഷ്ഠ. അപ്പം പ്രതിഷ്ഠ അങ്ങനെ ഞങ്ങളവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്ത് 2-3 പ്രതിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒക്കെ തൊഴുത് ഇറങ്ങി. ഇത് ഏത് പ്രതിഷ്ഠയെന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ചില്ല.
അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം എവിടെന്നെങ്കിലുമൊക്കെ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കുരങ്ങനൊക്കെ ഇറങ്ങി വരുന്നത് കാണാം. അതുകൊണ്ട് ഞങ്ങൾ ഷൂ ഇടാൻ വേണ്ടിയിട്ട് കാറിൻ്റെ അടുത്തിൽ പോയി. അപ്പോൾ അച്ഛൻ അവിടെ കുറേ നിന്നിരുന്ന് വീഡിയോസ് എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ പരിസരം ഭയങ്കര രസമായിട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരെയും ക്ഷേത്രത്തിൽ വരെ തൊഴുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.